നമസ്കാരം. പഴയൊരു കാലം പോലെയല്ല ഇപ്പം ഈ ജോലിക്കായിട്ടൊക്കെ ഇറങ്ങുന്ന കുട്ടികൾ എത്രയും പെട്ടെന്ന് കുറേ പണം സമ്പാദിക്കണം, എത്രയും പെട്ടെന്ന് ഒരു സ്വസ്ഥമായ ഒരു റിട്ടയർഡ് ലൈഫ് വേണമെന്ന് ആഗ്രഹിച്ച് ഒരു ജോലിയുടെ കൂടെ തന്നെ ഒരു സൈഡ് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എങ്കിൽ പോലും പലരുടെയും വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും നീങ്ങുന്നില്ല, കോടികൾ ബാങ്ക് ബാലൻസ് ഇല്ല, ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, വലിയ പ്രമുഖ വ്യക്തികളുമായിട്ടൊന്നും പരിചയമില്ല, അല്ല ബ്രാൻഡഡ് സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നില്ല, വില കൂടിയ കാറുകളൊന്നുമില്ല. എല്ലാം ഇങ്ങനെ പരാതികൾ മാത്രമാണ്. അവർക്കുള്ള സൗകര്യങ്ങളെപ്പറ്റിയോ അല്ലെ ഒന്നിനെപ്പറ്റിയോ അവർക്ക് ചിന്തയില്ല. അവർക്ക് പറ്റാത്ത പല കാര്യങ്ങളെപ്പറ്റിയാണ് അവരുടെ വിഷമങ്ങൾ മുഴുവൻ. ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ സൗകര്യങ്ങളൊക്കെ ഉള്ള പല ആൾക്കാരും അവരുടെ ജീവിതം എങ്ങനെ അവസാനിപ്പിക്കുന്നു എന്ന് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്തിൻ്റെ കുറവായിരുന്നു എന്ന് പലരും ചോദിക്കും. അവർക്കും കുറവുണ്ട്. ജീവിക്കാൻ താല്പര്യമില്ലാത്തവനാണല്ലോ ജീവിതം എപ്പോഴും അവസാനിപ്പിക്കുന്നത്. ഞാൻ ഗൾഫിലേക്ക് ഒരു ജോലിക്കായിട്ടൊക്കെ പോരുന്നുവെന്ന് പറഞ്ഞപ്പോൾ എന്നെ അറിയുന്നൊരു വ്യക്തി എന്നോട് പറഞ്ഞ ഒരു വാചകം ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മയായിട്ട് ഇരിപ്പുണ്ട്. എന്നോട് അദ്ദേഹം പറഞ്ഞു, നീ ഗൾഫിൽ പോയി എത്ര രൂപ സമ്പാദിച്ചു അല്ല എത്ര കോടി ഉണ്ടാക്കി എന്നുള്ളതല്ല കാര്യം. നീ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു 5 മിനിറ്റിനുള്ളിൽ നിനക്ക് ഉറങ്ങാൻ പറ്റുന്നുവെങ്കിൽ നീ ജീവിതത്തിൽ നീ വിജയിച്ചു. ഞാൻ ഈ പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു തലമുറയാണ് കേട്ടോ. പഴയ കാലത്തെ തലമുറ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദറൊക്കെ ഗൾഫിലുണ്ടായിരുന്ന സമയത്ത് അവർ ഒരു 5-6 ആൾക്കാരായിരുന്നു ഒരു ഫ്ലാറ്റിൽ കഴിഞ്ഞിരുന്നു. ഒരു മുറിക്കകത്ത് 4 പേര്, ഹാളിൽ ചിലപ്പോൾ 2 പേര്, അങ്ങനെയൊക്കെ ആയിരുന്നു കഴിഞ്ഞിരുന്നത്. ഈവൻ ശമ്പളം ഉണ്ടെങ്കിൽ പോലും പല ആൾക്കാരും അങ്ങനെ ഒതുങ്ങി ജീവിച്ച ആൾക്കാരാണ്. കുടുംബമൊക്കെ നാട്ടിലായിരിക്കും. എന്നാൽ ഇപ്പോഴത്തെ ഒരു തലമുറ വന്നിട്ട് എങ്ങനെയും ഫാമിലി കൂടെ നിർത്തണം, ചെറിയ ശമ്പളമാണെങ്കിലും ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ. നല്ല കാര്യമാണ്, തെറ്റൊന്നുമില്ല. പക്ഷേങ്കിൽ നമുക്ക് പോരാ, എല്ലാം പരാതിയാണ്, ഒന്നും ആയില്ല, ജോലി പോരാ, പൈസ പോരാ, പൈസയ്ക്ക് വേണ്ടിയിട്ട് അങ്ങ് നെട്ടോട്ട് ഓടുകയാണ്. പക്ഷേ പൈസയ്ക്ക് വേണ്ടി നെട്ടോട്ട് ഓടി വരുമ്പോൾ ഈ പൈസ സമ്പാദിച്ച് വരുമ്പോൾ നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങ് പോകും. നമുക്ക് ജീവിക്കാൻ പലപ്പോഴും മറന്നു പോകും പല ആൾക്കാരും. എല്ലാ ആൾക്കാരും ഇങ്ങനെ റോൾ മോഡലായിട്ട് കാണുന്ന പല വ്യക്തികളുമുണ്ട്. പക്ഷെ പലപ്പോഴും അവരുടെ ജീവിതം നമ്മൾ കാണുന്ന ഒരു 10 മിനിറ്റ് വീഡിയോയോ അല്ലെ 15 മിനിറ്റ് വീഡിയോയിലുള്ള സന്തോഷത്തിന് ആകണമെന്നില്ല. അത് അവരൊക്കെ ജീവിക്കുന്നതിനേക്കാളും ചിലപ്പോൾ സാമ്പത്തികമായിട്ടോ അല്ല ഈ പറയുന്ന സൗകര്യങ്ങളൊക്കെ കുറവായിരിക്കും. 100 ഇരട്ടി സൗഭാഗ്യത്തോടായിരിക്കും പലപ്പോഴും നമ്മൾ കഴിയുന്നത് എന്നൊരു ചിന്ത വേണം. നമ്മുടെ മുന്നിൽ നമ്മുടെ ജീവിതം നിൽക്കുകയാണ്. എല്ലാവരും അവരുടെ ജീവിതത്തിൽ സന്തോഷത്തോടെ കിട്ടിയ അനുഗ്രഹത്തിൽ സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കണം. കൂട്ടത്തിൽ നിങ്ങൾ വേറൊരു എക്സ്ട്രാ മാർഗത്തിൽ പണം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുക. നല്ല കാര്യം.